CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. പാർട്ടി വിട്ട യുവനേതാവ് മനു തോമസിന്റെ വെളിപ്പെടുത്തൽ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിനിടയിലാണ് യോഗം നടക്കുന്നത്. സംസ്ഥാന സമിതി അംഗം പി ജയരാജനും ഈ യോഗത്തിൽ പങ്കെടുക്കും. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യുന്നു കണ്ണൂരിൽ നിന്ന്. സജോ, ഗുഡ് മോർണിംഗ്. സജോ, പി ജയരാജൻ ഇതിൽ പങ്കെടുക്കുമെന്ന് പറയുമ്പോൾ ചർച്ച വിശദമായി ഉണ്ടാകും എന്നാണോ? SKN ഗുഡ് മോർണിംഗ്. മനു തോമസിന്റെ വെളിപ്പെടുത്തൽ വലിയ തോതിൽ വിവാദമായി വളർന്നിരുന്നു. അതിലേറ്റവും കുരുക്കിലായത് പി ജയരാജൻ തന്നെയാണ്. പി ജയരാജൻ മനു തോമസിനെതിരായ വിമർശനം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതിന് പിന്നാലെ പി ജയരാജനെതിരെ അതീവ ഗുരുതര വെളിപ്പെടുത്തലുമായാണ് പിന്നീട് മനു തോമസ് രംഗത്ത് വന്നത്. അതിൽ പക്ഷേ പി ജയരാജൻ പിന്നീട് പ്രതികരണത്തിനൊന്നും വന്നില്ല. CPIM നേതൃത്വവും ഏതെങ്കിലും നിലയ്ക്ക് സംസ്ഥാന സമിതി അംഗത്തെ പ്രതിരോധിക്കാൻ, സംരക്ഷിക്കാൻ എന്തെങ്കിലും ഒരു പരസ്യമായ നിലപാട് സ്വീകരിച്ചില്ല. അവർ ഇപ്പോഴും നിശബ്ദത തുടരുന്നു. ഇതിനിടെയാണ് ഈ വിവാദത്തെ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പരിശോധിക്കും. അത് തന്നെയാണ് പ്രധാനപ്പെട്ട അജണ്ട എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പതിവ് സെക്രട്ടേറിയറ്റ് യോഗം എന്ന് നേതൃത്വം പറയുമ്പോൾ തന്നെയും ഇതൊരു പ്രധാനപ്പെട്ട ചർച്ചയാണ്. പി ജയരാജനും യോഗത്തിൽ പങ്കെടുക്കും. ഈ വിഷയത്തിൽ പാർട്ടി മൗനം പാലിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും രാഷ്ട്രീയമായി ശ്രദ്ധയർഹിക്കുന്ന വിഷയം. പാർട്ടി ജില്ലാ നേതൃത്വം നേരത്തെ ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ചത് മനു തോമസ് മെമ്പർഷിപ്പ് പുതുക്കിയില്ല, അതുകൊണ്ട് സ്വാഭാവികമായും പുറത്തായി എന്ന കാര്യമാണ്. ഒപ്പം മനു ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എം ഷാജറിനെതിരായ പരാതി സംബന്ധിച്ച് ഉള്ള പരിശോധനകൾ നടന്നു. പേര് ജില്ലാ സെക്രട്ടറി പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതി പരിശോധിച്ചു, അത് കഴമ്പില്ലെന്ന് കണ്ട് തള്ളി. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. പക്ഷേ ജില്ലാ നേതൃത്വത്തിന്റെ ഈ നിലപാടിനെ മറികടന്നാണ് പി ജയരാജൻ മനു തോമസിനെതിരായ വ്യക്തിപരമായ കടുത്ത ദുസൂചനകൾ ഉൾപ്പെടുത്തിയുള്ള കടുത്ത വിമർശനങ്ങൾ കൂടി പറഞ്ഞത്. അത് അനവസരത്തിലായിരുന്നു, അനാവശ്യ വിവാദമുണ്ടാക്കി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും വിധം അതൊരു കടുത്ത വിവാദമായി വളർന്നു. ഈ കാര്യത്തിൽ ജില്ലാ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. പക്ഷേ സംസ്ഥാന സമിതി അംഗത്തെ പൂർണ്ണമായും സംരക്ഷിക്കാതിരിക്കുക, അതിൽ സമ്പൂർണ്ണ മൗനം പാലിക്കുക എന്നത് പാർട്ടി ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടേക്ക് സാധ്യമാകുമോ എന്നൊരു ചോദ്യമുണ്ട്. പി ജയരാജൻ തൻ്റെ നിലപാട് യോഗത്തിൽ വിശദീകരിക്കും. സ്വാഭാവികമായും അദ്ദേഹം ജില്ലയിലെ മുതിർന്ന നേതാവും സംസ്ഥാന സമിതി അംഗവുമാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യകതയിലേക്ക് പാർട്ടി എത്തും. പക്ഷേ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഈ വിവാദങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കുന്നതാണ് കൂടുതൽ ഉചിതം. പി ജയരാജൻ അടക്കമുള്ള ആളുകൾ കൂടുതൽ പ്രതികരണങ്ങൾക്ക് മുതിർന്ന് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കേണ്ടതില്ല എന്നതാണ്. അതായത് തന്നെ പ്രകോപിപ്പിച്ചതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നു എന്ന നിലപാടാണ് മനു തോമസ് സ്വീകരിച്ചത്. ഇനിയും പ്രകോപിപ്പിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തും എന്ന നിലപാടും മനു തോമസ് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി തുടർന്ന് അങ്ങോട്ടേക്ക് പാർട്ടിയും എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് സംബന്ധിച്ചായിരിക്കും യോഗത്തിൽ പ്രധാനമായും ചർച്ച ഉണ്ടാവുക എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ അനുമാനിക്കുന്നു. മറ്റ് അജണ്ടകൾ ഉണ്ട്, പതിവ് സെക്രട്ടേറിയറ്റ് ആണ് എന്നൊക്കെയാണ് നേതൃത്വം വിശദീകരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ വിവാദങ്ങൾക്കിടെയാണ് ഈ യോഗം എന്നതാണ് ഇതിന്റെ പ്രാധാന്യം. അതിനിടെ ഇതിനെ വലിയ തോതിൽ രാഷ്ട്രീയ ആയുധമാക്കിയിട്ടുണ്ട് കോൺഗ്രസ് ഇന്ന് കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ ഒരു ധർണ സംഘടിപ്പിക്കുന്നു. CPIM നേതാക്കളുടെ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ബന്ധം അന്വേഷിക്കുക, അത് കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കുക, മനു തോമസിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണത്തിലേക്ക് കടക്കണം, ഇത് ഈ അവിശുദ്ധ ബന്ധം വെളിവാക്കുന്നതാണ് മനു തോമസിന്റെ വെളിപ്പെടുത്തൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ കലക്ടറേറ്റ് ധർണ ഇന്ന് നടക്കുക. ഒരു വശത്ത് കോൺഗ്രസും പ്രതിപക്ഷ സംഘടനകളുമൊക്കെ മനു തോമസിന്റെ വെളിപ്പെടുത്തലുകളെയും തുടർന്നുണ്ടായ വിവാദങ്ങളെയും ഒക്കെ വലിയ തോതിൽ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ യുവജന കമ്മീഷന്റെ അധ്യക്ഷൻ കൂടിയായ എം ഷാജറിനെ ലക്ഷ്യമിട്ടാണ് മനു തോമസ് വിമർശനങ്ങൾ ഉന്നയിച്ചതെങ്കിൽ കൂടിയും അതിലേക്ക് പി ജയരാജന്റെ കടന്നുവരവും പിന്നീട് അങ്ങോട്ടേക്ക് ചില സൈബർ അണികൾ, അതായത് ചില കേസിലെ പ്രതികൾ ആകാശ് തില്ലങ്കേരി, അർജുൻ ആയങ്കി തുടങ്ങിയവർ കൂടിയും സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണിയും മറ്റുമായി രംഗത്ത് വന്നതോടുകൂടിയും അതൊരു പുതിയ വിവാദമായി വളർന്നു. അത് പി ജയരാജനിലേക്ക് ഒടുവിലെത്തി. പി ജയരാജനിലേക്കും മകനിലേക്കും കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായത്. അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ വിവാദമാണ്. അതിനിടെയാണ് നിർണായകമായ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് നടക്കുക. ഓക്കെ, താങ്ക് യു. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഷിനിൽ വർഗീസ് ഡൽഹിയിൽ നിന്നൊരു യൂട്യൂബ് സന്ദേശം അയച്ചിരിക്കുന്നു. ഷിനിൽ വർഗീസ് പറയുന്നത് ഡൽഹിയിൽ 4 നില കെട്ടിടങ്ങളൊക്കെ ദിവസങ്ങൾക്കകം മാസങ്ങൾക്കകം ഉയരും. അത്രയും പ്ലാനിങ് ഇല്ലാതെയാണോ കെട്ടിടം പണിയുന്നത് എന്ന സംശയത്തിലായിരിക്കാം ഷിനിൽ വർഗീസ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. നൗഷാദ് ചോദിക്കുന്നു, പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ഈവനിങ് OP നിർത്തിയിട്ട് ഇപ്പോൾ മാസങ്ങളായി. സ്ഥിരം ഡോക്ടർമാരുടെ തസ്തിക ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു. മഴക്കാല രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്.